നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുബ്രഹ്മണ്യ പ്രീതിക്ക് അനുഷ്ഠിക്കുന്ന ഏറ്റവും മികച്ച വ്രതങ്ങളിൽ ഒന്നാണ് ഷഷ്ഠീവ്രതം. സന്താന സൗഖ്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും കടബാധ്യതകളിൽ നിന്നും മോചനത്തിനും ഷഷ്ഠീവ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയിലാണ് വ്രതം എടുക്കുന്നത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഏറ്റവും ഫലപ്രദമായ വ്രതാനുഷ്ഠാനമാണിത്. മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ്. ഷഷ്ഠീവ്രതം നോറ്റ് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖവും അതിവേഗം തന്നെ ഭഗവാൻ മാറ്റിത്തരുന്നതാണ്. 2025 ഫെബ്രുവരി 3 തിങ്കളാഴ്ചയാണ് മകരമാസത്തിലെ ഷഷ്ഠി. ഈ ഷഷ്ഠി ദിവസം സ്കന്ദനെയും സൂര്യനാരായണനെയും വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ ജ്ഞാനപ്രാപ്തിയാണ് ഫലമായി ലഭിക്കുന്നത്. സൂര്യൻ വിഷ്ണു രൂപം പ്രാപിച്ച ദിവസമാണിത്. ഷഷ്ഠിയുടെ തലേ ദിവസം പഞ്ചമി നാൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യ ഭജനവുമായി കഴിയണം. ഷഷ്ഠി ദിവസം രാവിലെ കുളി കഴിഞ്ഞ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സുബ്രഹ്മണ്യ മൂലമന്ത്രം, സുബ്രഹ്മണ്യ അഷ്ടോത്തരം, സുബ്രഹ്മണ്യ പഞ്ചരത്നം, സുബ്രഹ്മണ്യ സഹസ്രനാമം, സുബ്രഹ്മണ്യ ദ്വാദശനാമം, ഷഷ്ഠി ദേവി മന്ത്രം, ഷഷ്ഠി ദേവി സ്തുതി, ഗുഹസ്തവം എന്നിവ ജപിക്കുന്നത് നല്ലതാണ്. സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ, സ്കന്ദപുരാണം എന്നിവ പാരായണം ചെയ്യുന്നതും നല്ലതാണ്. ഇനി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. മാത്രമല്ല പ്രസാദമൂട്ട് എന്നിവ നടത്തുന്നതും നല്ലതാണ്. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യ ചോറ് കഴിച്ച് അന്ന് വൈകുന്നേരം ഫലങ്ങളും മറ്റും കഴിക്കാവുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അതിനനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുക. ഷഷ്ഠി ദിനത്തിൽ രാവിലെയും വൈകിട്ടും മേൽപ്പറഞ്ഞ സുബ്രഹ്മണ്യ മന്ത്രങ്ങളും സ്തുതികളും തീർച്ചയായും ജപിക്കണം. പിറ്റേന്ന് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. വ്രതം എടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും നാളെ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് നല്ലതാണ്. സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. ഇതാണ് സുബ്രഹ്മണ്യ ഗായത്രി. 108 തവണ ഈ മന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്നവർ 108 തവണ മന്ത്രം ചൊല്ലുക. അല്ലാത്തവർ കുറഞ്ഞത് 21 തവണയെങ്കിലും ഈ മന്ത്രം ചൊല്ലേണ്ടതാണ്. ഈ കലിയുഗത്തിൽ എല്ലാവരും തന്നെ മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. കലിയുഗ സ്കന്ദനായ മുരുക ഭഗവാൻ ഭക്തരുടെ ആവശ്യങ്ങൾ ഉടനടി തന്നെ ചെവികൊണ്ട് അവരുടെ ദുഃഖങ്ങൾ തീർത്ത് സന്തോഷം നിറഞ്ഞ ജീവിതം നൽകുന്ന ഭക്തവത്സലനാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് തന്നെ മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു എന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ടോ? ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ മുരുക ഭഗവാൻ നമ്മോടൊപ്പമുണ്ടെങ്കിൽ സൂചിപ്പിക്കുന്ന ചില സൂചനകൾ അല്ലെങ്കിൽ അടയാളങ്ങളുണ്ട്. അതെന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നാളെ ഷഷ്ഠി ദിവസം ഇനി പറയുന്നതിലേതെങ്കിലും ഒരു സൂചന അല്ലെങ്കിൽ അടയാളം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും മുരുക ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അതെന്തെല്ലാമാണെന്ന് ഓരോന്നായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മുരുക എന്ന് വിളിക്കുമ്പോൾ തന്നെ ഉടനെ ഓടി വന്ന് നമ്മളെ കാത്തു രക്ഷിക്കുന്ന ഭഗവാനാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി. അങ്ങനെയുള്ള മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നവരിൽ ചിലരെങ്കിലും പറയാറുണ്ട്, കാലങ്ങളായി ഞാൻ മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നു, ഷഷ്ഠി വ്രതങ്ങളും അനുഷ്ഠിക്കാറുണ്ട്, എന്നാൽ എൻ്റെ ദുഃഖങ്ങൾ മാത്രം തീരുന്നില്ല. എൻ്റെ പ്രാർത്ഥന എൻ്റെ ഭഗവാൻ കേൾക്കാത്തത്. എൻ്റെ മനസ്സിൽ എപ്പോഴും ദുഃഖങ്ങൾ മാത്രമാണുള്ളത്. ഇങ്ങനെ പരാതിയും പരിഭവവും പറയുന്നവർ ധാരാളം പേരുണ്ട്. ഈ രീതിയിൽ പറഞ്ഞ് സങ്കടപ്പെടുന്നവർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കർമ്മവിനകൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലമുണ്ടാകുവാനും താമസമുണ്ടാകുന്നതാണ്. എന്നാൽ പരാതിയും പരിഭവവും പറഞ്ഞ് ഭഗവാനെ കുറ്റം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് യാതൊരു ഫലവും ഉണ്ടാകില്ല. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി പറയുന്ന രീതിയിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അതായത്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ഇച്ഛയോടുകൂടി അല്ലെങ്കിൽ ഭഗവാന്റെ അറിവോടു കൂടിയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം നടക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കൂ. ഉറപ്പായും
നിങ്ങളുടെ മനസ്സിന് ധൈര്യവും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള മാർഗവും ഭഗവാൻ തന്നെ കാട്ടിത്തരുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിനുള്ള ശരിയായ സമയം എത്തുമ്പോൾ അത് ഭഗവാൻ തന്നെ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതുമാത്രമല്ല, നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന നമ്മുടെ ഭഗവാൻ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാട്ടുന്നതെന്നും നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല എന്നു പറഞ്ഞ് ഒരിക്കലും ഭഗവാനെ കുറ്റം പറയുവാനോ അല്ലെങ്കിൽ തള്ളിപ്പറയുവാനോ പാടില്ല. കാരണം മുരുക ഭഗവാനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ഭക്തരെയും ഭഗവാൻ ഒരിക്കലും കൈവിടുന്നതല്ല. ഈ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. ഇതുകൂടാതെ മുരുക ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അതിനായി ചില സൂചനകൾ ഭഗവാൻ തന്നെ നമുക്ക് കാട്ടിത്തരുന്നതാണ്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. അതിൽ ഒന്നാമതായി, നിങ്ങളുടെ വീടിനടുത്തുള്ള മുരുക ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മുരുകൻ ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിലോ നിങ്ങൾ ദർശനത്തിനെത്തുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ അഭിഷേകം അല്ലെങ്കിൽ ഭഗവാന്റെ അലങ്കാരമാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചതെങ്കിൽ തീർച്ചയായും മുരുക ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അടുത്തതായി, നിങ്ങളെ ചുറ്റി പെട്ടെന്ന് തന്നെ നല്ലൊരു നറുമണം വീശുക. അത് ചിലപ്പോൾ ചന്ദനത്തിൻ്റെയോ അല്ലെങ്കിൽ ഭസ്മത്തിൻ്റെയോ ആകാം. എന്താണെന്നാൽ ഈ രണ്ട് സുഗന്ധങ്ങളും മുരുക ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ്. മുരുക ഭഗവാന് വേണ്ടി നിങ്ങൾ പൂജ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വഴിപാട് ചെയ്യുമ്പോഴോ അല്ലാതെ, അല്ലെങ്കിൽ പൂജാമുറിയിൽ വിളക്കൊന്നും കൊളുത്തി വെച്ചിട്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ എവിടുന്നാണെന്നറിയാതെ ചന്ദനത്തിൻ്റെയോ ഭസ്മത്തിൻ്റെയോ സുഗന്ധം നിങ്ങൾക്ക് ചുറ്റും വീശുന്നുണ്ടെങ്കിൽ ഉറപ്പായും മുരുക ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നതിൻ്റെ സൂചനയാണിത്. ഇതുകൂടാതെ നിങ്ങളുടെ പൂജാമുറിയിൽ പല്ലിയിരിക്കുക, പല്ലിയുടെ ശബ്ദം കേൾക്കുക, ഇതും ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ഇനി നിങ്ങളുടെ പൂജാമുറിയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോഴോ ഫോട്ടോസിൽ നിന്നും പൂ താഴെ വീഴുക. പ്രത്യേകിച്ചും മുരുക ഭഗവാന്റെ ഫോട്ടോയിൽ നിന്നും പൂ താഴേക്ക് വീണാൽ എങ്കിൽ 100% ഉറപ്പിച്ചോളൂ, ഭഗവാൻ നിങ്ങൾക്കരികിൽ തന്നെയുണ്ട്. ഇതാണ് ഇതിൻ്റെ സൂചന. അടുത്തതായി, നിങ്ങളുടെ പൂജാമുറിയിലിരുന്ന് നാമം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോഴോ അതുമല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ മുരുക ഭഗവാൻ നിങ്ങളെ ആലിംഗനം ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോഴോ ക്ഷേത്രത്തിൽ നിന്നും മണിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും മന്ത്രങ്ങളോ അല്ലെങ്കിൽ പാട്ടുകളോ കേൾക്കുന്നുണ്ടെങ്കിലും മുരുക ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നതിൻ്റെ സൂചനയാണിത്. പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മന്ത്രോച്ചാരണങ്ങൾ നിങ്ങളുടെ കാതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വിശേഷമാണ്. ഇതുകൂടാതെ നിങ്ങൾ വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദിവസങ്ങളിൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഭഗവാന്റെ വാഹനമായ മയിൽ, വേൽ എന്നിവ വരുന്നതായോ അല്ലെങ്കിൽ നമ്മളോടടുപ്പമുള്ളവർ നമ്മോടൊപ്പമുള്ളതായി സ്വപ്നം കാണുക, ഇതെല്ലാം തന്നെ മുരുക ഭഗവാൻ നമ്മോടൊപ്പമുണ്ട് എന്നതിൻ്റെ സൂചനയാണിത്. ഈ പറഞ്ഞ ഈ സൂചനകളെല്ലാം തന്നെ മുരുക ഭഗവാൻ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നതിനെ സൂചിപ്പിക്കുന്ന സൂചനകളാണിത്, അല്ലെങ്കിൽ ഭഗവാൻ കാട്ടിത്തരുന്ന അടയാളങ്ങളാണിത്. മറ്റുള്ളവർക്ക് കഷ്ടപ്പാടുകൾ വരുത്താതെ എപ്പോഴും നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുകയും ഈശ്വരനോടുള്ള നിർമ്മലമായ ഭക്തി ഉണ്ടായിരിക്കുകയും ചെയ്താൽ തീർച്ചയായും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും എന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഇനി അതല്ല, നാളെ ഷഷ്ഠി ദിവസം ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചാൽ അത് ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെയുള്ള ഭക്തർക്ക് യാതൊരു കാര്യത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം മുരുക ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയാണുള്ളത്. എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.